നാം ധരിക്കുന്ന വർണ്ണവസ്ത്രങ്ങളുടെ പിന്നിൽ കുറേ ജീവിതങ്ങളുടെ നാൾ വഴികളുണ്ട്. നൂലെടുക്കുന്നവരും പിരിക്കുന്നവരും ചായം മുക്കുന്നവരും നെയ്തെടുക്കുന്നവരും ഉൾപ്പെടെ നിരവധി മനുഷ്യരുടെ കഠിനാധ്വാനമുണ്ട്. ഞാനിവിടെ വന്നിട്ട് 35 വർഷമായി. ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പണിയാണെങ്കിൽ പണിയുണ്ട് എന്നല്ലാണ്ട് പൈസ മര്യാദയ്ക്ക് കിട്ടുന്നില്ല. അത് എപ്പോഴും കൂടും 5 മാസം കൂടുമ്പോഴാണ് പൈസ വരുന്നത്. ആരോഗ്യസ്ഥിതിയും മോശമാണ്. പൈസക്ക് മര്യാദയ്ക്ക് കൂലിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്നങ്ങ് വാങ്ങാൻ നമ്മൾ വരുന്നത്. ചേച്ചി എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട്? 20 വർഷം. വേതനം വളരെ കുറവാണ്. അപ്പോൾ ഞാൻ സാരിയാണ് നെയ്യുന്നത്. അപ്പോൾ സാരിക്ക് 3000 ഉറുപ്പ്യയിൽ താഴെയുണ്ട് മേലെയുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ ഒരു 2 ദിവസം എടുക്കും സാരിയാണ്. ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ നമുക്കൊരു സാരിയാവും. അപ്പോൾ ആ സാരിക്ക് നമുക്ക് തുച്ഛമായ പൈസയേ ഉള്ളൂ. ഒരു 400 രൂപ ആയ തോതിലാണ് നമുക്ക് കിട്ടുക. അതിപ്പം തന്നെ 6 മാസമായി നമുക്ക് കൂലി കിട്ടാത്തത്. 3000 രൂപയുടെ സാരിയാണ് ഇവർ നെയ്തെടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വില അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്നത് വെറും 400 രൂപയാണ്. എനിക്ക് കിട്ടുന്ന വരുമാനം വളരെ കുറവാണ്. ആ വരുമാനം കുറവ് കൊണ്ട് തന്നെ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ മറ്റു മേഖലയിൽ പോകുന്നതല്ലാതെ ഇങ്ങോട്ട് ആൾ വരുന്നില്ല. അധ്വാനം കൂടുതലും വരുമാനം കുറവാണ് അതിൻ്റെ പ്രധാന ഘടകം. തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട അധികാരികളോട് തന്നെ ചോദിച്ചറിയാം. സർ, നിലവിലുള്ള കൈത്തറി മേഖലയെക്കുറിച്ചും അവിടെയുള്ള തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സാറിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ്? കൈത്തറി മേഖലയിൽ തുടക്കത്തിൽ തന്നെ നല്ലൊരു ബൂം പീരീഡായിരുന്നു. പക്ഷെ നിലവിൽ ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരുകളും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും ഈ സ്ഥാപനത്തിനും ഇവിടുത്തെ തൊഴിലാളികൾക്കും നിലവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനുപാതികമായിട്ട് അതാത് സമയത്ത് കൂലി വിതരണം ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ ഈ മേഖലയിൽ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ കായികപരമായും അവരെ കലാപരമായും അധ്വാനവും അല്ലെങ്കിൽ മാനസികമായ കഴിവും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ തന്നെ നല്ല മിഡിൽ ആൻഡ് അപ്പർ ക്ലാസ് മേഖലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും വിലപിടിപ്പുള്ള തുണിത്തരങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ആ തൊഴിലാളിക്ക് ഇന്ന് മാർക്കറ്റിലെ മറ്റ് മേഖലയിലുള്ള തൊഴിലാളികളേക്കാൾ കമ്പാരിറ്റീവ്ലി വെരി ലോ വേജസ്, അതായത് 300-400 രൂപയെ അവർക്ക് ലഭിക്കുന്നുള്ളൂ.